എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം വഴി അതിലെ ആക്ടിവിറ്റിയും അനുബന്ധ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നാണ്. സ്കൂളിൽ നിന്ന് ഒരു ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഇത്തരത്തിൽ ന്യൂ അസൈൻമെൻറ്റ് ഫ്രം PJUPS കലവൂർ എന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെനുവിൽ നിന്നും ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മുടെ ക്ലാസ് 5E തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന ഈ ജാലകത്തിൽ സ്കൂളിൽ നിന്നും അസൈൻ ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ താഴെയായി സ്ട്രീം എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതിന് വലത് സൈഡിലായിട്ട് ക്ലാസ് വർക്ക് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. പിന്നെ പീപ്പിളിൽ ഈ ക്ലാസ്സിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ക്ലാസ് വർക്കിലാണ് നമുക്ക് വന്നിരിക്കുന്ന അസൈൻമെൻറ്റുകൾ കാണുവാൻ സാധിക്കുന്നത്. ഒരു ദിവസം 20 ചോദ്യങ്ങൾ അടങ്ങുന്ന ക്വിസ് കോമ്പറ്റീഷനും പിന്നെ ഒരു ആക്ടിവിറ്റിയുമായിരിക്കും ഉണ്ടാവുക. സ്ട്രീം സെക്ഷനിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ ക്വിസാണ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിതിൽ നിന്ന് ക്വിസ് തിരഞ്ഞെടുക്കാം. ക്വിസ് തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഇതുപോലൊരു ഗൂഗിൾ ഫോം ലിങ്ക് ആയിരിക്കും വരിക, അറ്റാച്ച്മെൻ്റ് ആയിരിക്കും വരിക. അതിൽ അറ്റാച്ച്മെൻറ്റ് തിരഞ്ഞെടുക്കുക. ഓപ്പണായി വരുന്ന ജാലകത്തിൽ ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം -+2 = 8 എങ്കിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 6 തിരഞ്ഞെടുക്കാം. ഇവിടെയും വിട്ടുപോയ ഭാഗമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ ഇവയിലൊന്നുമല്ല എന്നുള്ള ഉത്തരം നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വ്യൂ സ്കോറുകളെ കാണാൻ പറ്റുന്നതാണ്. കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ വ്യൂ സ്കോറിൽ കാണാൻ സാധിക്കും. ക്വിസ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബാക്കിലേക്ക് വരാം. നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരും. ശേഷം ബാക്ക് എടുക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അസൈൻമെൻ്റ് ആണ്. ഒന്നാമത്തെ ദിവസത്തെ അസൈൻമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ട അസൈൻമെൻറ്റ് ഏതാണോ അതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ഒരു ചിത്രമാണ് ടീച്ചർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിത്രം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ചോദ്യം 2 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എങ്കിൽ 2/3 ഗുണിക്കണം 3/4 ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിൻ്റെ ഉത്തരം കുട്ടി ചെയ്യേണ്ടത് ഒരു പേപ്പറിൽ എഴുതുക. പേപ്പറിൽ എഴുതിയിട്ട് പേപ്പറിൻ്റെ മുകളിലായിട്ട് കുട്ടിയുടെ പേര്, ക്ലാസ്, ഡിവിഷനെല്ലാം രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാം ആഡ് വർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് വർക്കിൽ ടാപ്പ് ചെയ്യാം. ശേഷം നമുക്ക് ക്യാമറ ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കുട്ടി എഴുതിയ ഭാഗം ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത ശേഷം ഇവിടെയുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും. ഇവിടെ അപ്ലോഡിങ് നടക്കുകയാണ്. അപ്ലോഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടീച്ചറിനോട് എന്തെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് കമൻറ്റ് എന്ന ഭാഗത്ത് നമുക്ക് കമൻറ്റുകൾ നമുക്ക് രേഖപ്പെടുത്താം. അതിനുശേഷം ഇതിങ്ങനെ താഴേക്ക് മുകളിലേക്ക് നമുക്ക് വലിക്കാനായിട്ട് ഉയർത്താനൊക്കെ സാധിക്കും. ശേഷം നമ്മൾ ടേൺ ഇൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അസൈൻമെൻറ്റ് വർക്ക് അവിടെ സബ്മിറ്റ് ആകുന്നതായിരിക്കും. ശേഷം ഇനി രണ്ടാമത്തെ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതേപോലെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ചോദ്യം നൽകിയിരിക്കുകയാണ്. നേരത്തെ ചിത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത്. ഇവിടെ ചോദ്യം നൽകിയിരിക്കുകയാണ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ എത്ര 2 അക്ക ഇരുവഴി സംഖ്യകളുണ്ട്, ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയെ കൊണ്ടൊരു വെള്ള പേപ്പറിൽ ഉത്തരം എഴുതിക്കുക. ഉത്തരക്കടലാസിൻ്റെ മുകളിൽ കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ടാവണം. ശേഷം നമ്മൾ ഇവിടെ നിന്ന് ആഡ് വർക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഏത് ഫോട്ടോയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അപ്ലോഡിങ് ആവുന്നത് നമുക്കിവിടെ കാണാം, ഒരു പ്രോഗ്രസ് ബാർ. അതിനുശേഷം ഇവിടെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അധ്യാപികയോട് നമുക്ക് എന്തെങ്കിലും ഇതിനുമായി ബന്ധപ്പെട്ട് കുട്ടി എങ്ങനെയാണ് ചെയ്തത്, അവന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൻ സാധിച്ചോ, രക്ഷകർത്താവിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ആഡ് കമൻറ്റ് സെക്ഷനിൽ കൊടുത്ത ശേഷം നമുക്ക് ടേൺ ഇൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിത് ഡിലീറ്റ് കളയാണ്. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡെമോ സെക്ഷൻ ആയതുകൊണ്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. രക്ഷിതാക്കളെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ടേൺ ഇൻ കൊടുത്ത ശേഷം ബാക്കിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് അവിടെ കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതിനെല്ലാം ഒരു കൃത്യമായ സമയമുണ്ട്.
ആ സമയത്തിനുള്ളിൽ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ സമയം കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് തന്നെ ഡിലീറ്റ് ആകുന്നതായിരിക്കും. വീണ്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ട് കൃത്യമായി സമയബന്ധിതമായിട്ട് തന്നെ പ്രവർത്തനങ്ങളെല്ലാം രക്ഷാകർതൃകൾ ചെയ്തു എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. താങ്ക് യു.